So welcome back guys to my another video. Okay, so ഇവിടെ നമ്മുടെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ ഡേ ആണ് വെനസ്ഡേ 2021 ഇരുപത്തൊന്നാമത്തെ ഫസ്റ്റ് മന്ത് ജനുവരി. ഓക്കെ, സോ we will be looking at 21st Jan 2026. Okay, yeah, before going നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു സെൽ സൈഡ് പ്രീവിയസ് ഡേ സെൽ സൈഡ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു സെൽ സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ എടുത്തു നമ്മൾ മണ്ടയ്ക്കോട്ടേക്ക് പോവാം. നിങ്ങളിവിടെ നോക്കി കാണാം, ഇവിടെ ഒരു ക്യാൻഡിൽ മിസ്സിംഗ് ആണ്. ഓക്കെ, ഇത് ഇവന്മാരെന്തോ മണ്ടത്തിലാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വെയിറ്റ് സെക്കൻഡ്, ഇത് കണ്ടു ഈ കൊന്നത്തിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ആ ഗ്യാപ്പിലോട്ട് ഇത് വന്നു കണ്ടോ. നമ്മൾ അവിടെയാണ് ചെയ്യാൻ പോകുന്ന കാര്യം. ഞാൻ മറ്റേ ടോപ്പ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. നോ പ്രോബ്ലം. ഞാൻ ഈ ഒരു വീക്കിന്റെ അനോട്ടേഷൻസ് എടുത്തിട്ടുണ്ട്. വീക്കിന്റെ അനോട്ടേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ബട്ട് ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഓൾറെഡി ആവശ്യമുള്ള പോയിന്റ് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 0.75 എന്ന് പറഞ്ഞ പോയിന്റ് പെർഫെക്റ്റ് ആയിട്ട് ഇന്നലെ ടച്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. ജസ്റ്റ് ഇതിന്റെ 0.75 മാത്രം ഓൺ ആക്കിയിട്ട് നോക്കി, ബാക്കി എല്ലാം ഓഫ് ആക്കിക്കാം. ഓക്കെ, അത് മാത്രം ഞാൻ പെട്ട് വെച്ചേക്കാം. ഓക്കെ, സോ ഓക്കെ, going to the daily വേറെ ഇവിടെ കാണാനുള്ള എനിക്കെന്ന് വെച്ചാ സോറി ഗൈസ് ഫോർ ദ ഇന്ററപ്ഷൻ. സോ നമുക്ക് അവിടെ ഒരു ഫെയർവെൽ ഗ്യാപ്പ് വേണ്ടായിരുന്നു. അവിടെ ഒരു ഗ്യാപ്പ് ഈ ഒരു ഗ്യാപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് ഞാൻ കാണിച്ചു തരാം, പേടിക്കണ്ട. ഓക്കെ, സോ ഡീപ്പായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ പോവാം. ഓക്കെ, going to that. I think ഓക്കെ, ഞാൻ ആ ഒരു വീക്കിന് അനോട്ടേഷൻസിനുണ്ട് ഇപ്പൊ ഇത് കളയുക. ഈ ഒരു വീക്കിന് അനോട്ടേഷൻസിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഓക്കെ, സോ ഈ ഒരു വീക്ക് പിന്നെ വളർന്നത് അത് വരില്ല. ഞാൻ ഇവിടെ എടുത്താന്ന് വെച്ചാൽ ഈ ഒരു വീക്കാണ്. അതുകൊണ്ട് ഈ ഒരു വീക്കിന്റെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഇത് കളയും. ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ഇതിന്റെ നോക്കട്ടെ സെക്കൻഡ്. ഓക്കെ, നമുക്കിത് നോക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ ഇത് ഈ വീക്കൊന്നും എടുത്തില്ല. ഞാൻ ആ ഗ്യാപ്പ് മാത്രമേ ഫോക്കസ് ചെയ്തുള്ളായിരുന്നു. ഓക്കെ, ഈ വീക്കിന്റെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ വീക്കിന്റെ ഞാൻ എടുത്തത് ഇതിന്റെ കാണിച്ചു തരാം. ഞാൻ സൂക്ഷിച്ച് നോക്കിയാണ്. ഇപ്പം ഈ ഒരു 0.25 വളർന്നിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇവിടം വരെ. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിന്റെ ഇതാണ് ഞാൻ എടുത്ത 0.5. നിങ്ങൾ ഒരു 1 hour പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരോട്ട് വരുന്നില്ല. ഓക്കെ, സോ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇതെടുക്കാം. ഓക്കെ, ഒരു വീക്കിന്റെ മണ്ടയ്ക്കത് എടുക്കാം. താരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വീക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ വീക്കിലിയിലാണ്. വീക്കിലിയുടെ 0.7 0.5 ദാറ്റ്സ് ഫൈൻ. ഇത്ര അനോട്ടേഷൻസേ ഉള്ളൂ എനിക്ക്. ഓക്കെ, യാ, അത്രേ ഉള്ളൂ. സോ അത്രയും മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു ഗ്യാപ്പും കൂടെ ഓപ്പൺ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈ വീക്കിലി ഓപ്പണിംഗ് ഗ്യാപ്പ് ജസ്റ്റ് ഒന്ന് കളയുക. നിങ്ങൾക്ക് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ വീക്കിലി കളഞ്ഞിട്ട് ഇത് ഈ ഒരു 0.7 ഒക്കെ ഒരു സെക്കൻഡ് 0 വേണ്ട, അല്ല 0 അല്ല 1 വേണ്ട, 0.75 വേണ്ട. ഓക്കെ, സോ ഇത്രയും മതി. ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു 2 പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പിന്റെ ആണ്. സോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രയും. ഈ ഒരു ഫെയർവെൽ ഗ്യാപ്പ് എടുക്കുക. ഓക്കെ,
ഡെയിലി നമ്മൾ ഡെയിലി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യണം. ഓക്കെ ഓക്കെ സോ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ കണ്ടല്ലോ, അത് ഇവിടെ കാണുന്നില്ല. എന്താ ഇവന്മാർ ഈ മണ്ടത്തരം ചെയ്ത് വെക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ എനിവേ സാരമില്ല, നിങ്ങളെ അതിനകത്ത് തന്നെ കൊണ്ട് പറഞ്ഞു തരാം. ഓക്കെ എല്ലാം സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് മറ്റേ തന്നെ ഇച്ചിരി കൂടി ഒരു കാണാനൊക്കെ സുഖമാണ്. സോ അവിടെ വന്നല്ലോ നമ്മുടെ സാധനം. ഒരു സെക്കൻഡ് ഇവിടെ നോക്കട്ടെ. ആയിട്ട് ഇവിടെ അതിനോട്ട് നിങ്ങൾ എൻ്റെ ഇത് ഫോക്കസ് ചെയ്തോണം. ഓക്കെ സോ ബാക്കി ഞാൻ താരയെന്ന് എടുക്കും. ഇപ്പം ഞാൻ താരയെന്ന് പറയാം, എന്നിട്ട് നമുക്ക് മണ്ടയ്ക്കോട്ടേക്ക് വരാം. ഓക്കെ സോ ആദ്യം ഡെയിലിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. നമ്മുടെ ജേണലും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തു പോവാം. ഓക്കെ സോ ലെറ്റ്സ് ഗോ. ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ എല്ലാ അനോട്ടേഷൻസും എടുക്കും. ഓക്കെ സോ യാ നമ്മൾ ആ ഒരു ഡെയിലിൻ്റെ ഒരു ഗ്യാപ്പ് എടുക്കുന്നു. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഒരു സെക്കൻഡ് ഒരു ഇച്ചിരി ഒന്ന് കട്ടിയിലാക്കട്ടെ, അന്നേരം എനിക്ക് തോന്നുന്നു. അതല്ല, ഞാൻ ഫ്യൂച്ചർ നോക്കുമ്പോൾ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. ആദ്യം ഒരു വീക്കിലി എൻ്റെ സാധനം എടുക്കാം. ഓക്കെ എന്നിട്ട് വീക്കിലിൻ്റെ അനോട്ടേഷൻസ് നമ്മളിവിടെ എടുക്കുന്നു. ഈ ഒരു വീക്കിൻ്റെ ആണ് എടുക്കുന്നത്. ഇതിൻ്റെ ആദ്യം ഒരു ഫോട്ടോ എടുക്കാം. ഡെയിലിൻ്റെ ഒരു ഫോട്ടോ ആണ്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഡെയിലിൻ്റെ ഇത്ര സംഭവം വരുന്നു. നമുക്കിനിയും വേണ്ടിയതാ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഞാൻ ഇന്നലെ ഓപ്പൺ ആയപ്പോൾ ഓൾമോസ്റ്റ് ഈ റേഞ്ചിലൊക്കെ ആയിരുന്നു. 4 അവറിലോട്ടൊന്നും ഇപ്പോൾ ഒത്തിരി പോകുന്നില്ല. 4 അവറിലോട്ട് ഞാൻ വലുതായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല. സോ എൻ്റെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേൻ്റെ ഹൈസ് ലോസ് ഫോം ചെയ്തിട്ട് സ്റ്റേറ്റ് വീക്ക് ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ 4 അവർ അത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 18 ഡിസംബറിൽ അതിൻ്റെ ഒന്നും ആവശ്യം എത്ര നാളെന്ന് ഈ 4 അവർ വേണ്ട പറയത്തുള്ളൂ. ഓക്കെ സോ നമ്മൾ ഈ ഒരു ലെവൽ വെച്ച് നോക്കുകയാണ് ഈ വീക്കിലി അത് ഇച്ചിരി നാൾ വേണേലും നമുക്ക് നോക്കാൻ കുഴപ്പമില്ല. 0.75 എന്ന് പറഞ്ഞാൽ ആ ലെവലില് പെർഫെക്റ്റ് ആയിട്ട് വന്നേണ്ടോ. 4 അവറിനെ പിന്നെ എനിക്ക് പ്രത്യേകിച്ചാണ് നോക്കാറ്റില്ല. ഈ ഒരു വീക്കിൻ്റെ ആണ് ഞാൻ ഡയറക്റ്റ്ലി 1 അവർ പോകും. ഓക്കെ സോ യാ ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സോ
അവിടെ നമ്മൾ ബൈ സൈഡ് എടുത്തു. ഓക്കെ, നമ്മൾ ബൈ സൈഡ് ആദ്യം നമ്മുടെ ന്യൂയോർക്ക് ഓപ്പണ് മുന്നേ ന്യൂയോർക്ക് പ്രീ ഓപ്പണ് മുന്നേ ഇതെടുത്തു. ഇതൊരു വൃത്തികെട്ട മൂവി, ഇതൊന്നും നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പറ്റും, ഞാൻ കാണിച്ചു തരാം. ഞാനിത് ശ്രദ്ധിച്ചില്ല എന്നാണ്, പക്ഷെ ഞാൻ എടുത്ത ഒരു കാര്യം ചെറ്റത്തരം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയാവോ. സങ്കടമാണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല, വല്ലാത്തൊരോരോ ഫീലിങ്സ്. സാരമില്ല, എങ്ങനെയുള്ള ഒന്നും സാരമില്ലെന്ന് പറയുന്നല്ലേ. എത്ര എത്രടാ കഷ്ടപ്പെടുന്നത്. ഈ നാല് ഇമോഷൻസ് കാരണം പൊട്ടിപ്പോകുമ്പോഴേ സങ്കടമാവും. ഓക്കെ, ഞാൻ പറയാം. സോ അവിടെ എടുത്തു, നമ്മൾ മണ്ടയ്ക്കോട്ടേക്ക് പോയി. നിങ്ങൾ ഈ ഒരു ബ്രേക്കർ കണ്ടു, ഞാൻ ഇവിടെ എടുത്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തായിരുന്നു താരം മണ്ടയ്ക്കോട്ടേക്ക്. അതും ഞാൻ ഓൾമോസ്റ്റ് ഇമോഷൻസ് കാരണം ഇറങ്ങി പെട്ടെന്ന്. ഈ ഒരു ബ്രേക്കർ വരെയായിരുന്നു എൻ്റെ ടാർഗറ്റ് ഒക്കെ. എൻ്റെ ചെറുത്ത് തൊട്ടും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു 0.5 എന്ന് പറഞ്ഞ ലെവലിൽ തൊട്ടിട്ടാണ് താരോട്ട് ഇറങ്ങിയത്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് പോകുന്നത്. ഞാൻ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ബൈസൈറുണ്ട്, അതുപോലും എടുക്കൽ പിന്നെ താരം പോയി. ആറിയ സാധനം. ഓക്കെ, സോ ഇതായിരുന്നു ആദ്യത്തെ മണ്ടയ്ക്കോട്ടുള്ള ടാർഗറ്റ്. ഓക്കെ, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഇതൊന്നും എനിക്കൊരു ടാർഗറ്റേ അല്ല, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ നിന്ന് ഇത്രയും പോയിന്റ്സ് പിടിക്കാനായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. പ്രീ ന്യൂയോർക്ക്. ഓക്കെ, ഇവിടെ 8 മണിൻ്റെ ആ ഒരു ടൈം എന്തായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഒരു നായിൻ്റെ മോൻ്റെ സംസാരം ഉണ്ടായിരുന്നു. ഉമ്മാർ എനിക്ക് അറിയത്തില്ല, ഞാൻ ഉള്ളത് പറയുകയാണല്ലോ. എനിക്ക് ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുവാണ്, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇത്ര സങ്കടമായിട്ട ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ മനസ്സ് പറഞ്ഞാൽ ഞാനിങ്ങനെ തിരിച്ചെടുക്കുന്നു കേട്ടോ. ഫ്യൂച്ചർ ഇനി ഒരു ഇങ്ങനെ ഓരോരുത്തന്മാര് വന്ന് സംസാരിക്കും. എന്റെ ദൈവം, അന്നത്തെ ദിവസം പോയടാ. അതാ പിന്നെ ഞാൻ 8 മണിന്റെ മുന്നേ എങ്ങനെയും ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നോക്കിയില്ല 8 മണി എന്തായാലും ആവട്ടെ, ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. ഇയാളും എല്ലാം പറഞ്ഞിനി താരോട്ടോ മുണ്ടയ്ക്കോട്ടോ പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര പൈസയൊന്നും ഇല്ല ഇപ്പൊ കളയാൻ. അത്ര പാപ്പരായിട്ടിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സോ സെക്കൻഡ് ഇവിടെ എന്തോ ഒരു കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സാരമില്ല, പോട്ടെ. ഓക്കെ, സോ ഒരു ഇവിടുത്തെ ഞാൻ ആദ്യം താരൻ മണ്ടയ്ക്കോട്ടെ എടുത്തു. ഇതായിരുന്നു ടാർഗറ്റ്. സോ നാശം. ഒരു സെക്കൻഡ്, ഞാൻ പിന്നെ ഒരു കാര്യം വന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്യാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയല്ലേ. സോറി ഗൈസ് ഓർത്ത ഒരു പോസ് ഞാനത് മൈക്ക് താരെ വെച്ചിട്ട് വരയ്ക്കുമായിരുന്നു. സോ ആ H1ന്റെ ഫെയർവെയർ ക്യാപ്പ് ഞാൻ എടുക്കുന്നു. നിങ്ങൾക്ക് ആണെങ്കിൽ ഈ ഒരു 3 കോൺസിക്യൂട്ടീവ് ഇതിവിടെ പച്ചക്കന്നെ വന്നു. ഞാനൊന്ന് ഇതിപ്പോൾ ഇവിടെ മൊത്തമായിരുന്നു, ഞാനിത് മൊത്തം എടുത്തേനെ.
ഇത് മാത്രത്തോടെ ഞാനൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇത്ര സെറ്റ് സൈഡ് എടുത്തിട്ട് ഷിഫ്റ്റ് ഒക്കെ തന്നു, അടിപൊളി. ഞാൻ പറയാം. ഓക്കെ, സോ ഇതിന്റെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ആ ഇപ്പൊ കണ്ടന്റ് 1 ഹവറിന്റെ ഒരു അവസ്ഥ കണ്ടന്റ്. ഐ എം ഗോയിങ് ടു 15 മിനിറ്റ്. 15 മിനിറ്റ് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പോകണമെന്നും താല്പര്യം. ഓക്കെ, സോ ഇത് കണ്ടു. ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് 15 മിനിറ്റ് പോയി. അതടി എന്തുവാ ഇൻവാലിഡേറ്റ് ചെയ്തു, താരം പോയില്ല. ഈ ഒരു 15 മിനിറ്റ് മിനിമം ഇതിന്റെ താരം കൊണ്ട് പോയില്ല. പിന്നെ നാറികള് എന്തിനാ ഈ ഒരു move? എന്റെ ദൈവം, എടാ സങ്കടം, അത്ര സങ്കടമായിരുന്നു. 15 മിനിറ്റില് സൈഡ് എടുത്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ എവിടുന്നാണ് എടുത്തത്. 7:45 7:50 എന്തോ ആണ് ഞാൻ എടുത്തത്. ഇത്രയും ടാർഗറ്റ് ചെയ്തു. 15 മിനിറ്റും ടാർഗറ്റ് ചെയ്ത് ഇച്ചിരി ഒരു മണ്ടയ്ക്കോട്ട് ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ എന്നെയാണ് ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സോ ഞാൻ ആദ്യത്തെ 2 ട്രേഡ് നിങ്ങളെ കാണിച്ചു തരുവാണ്, അത്രേ ഉള്ളൂ. സോ ഇവിടെ ആ ഒരു ഇത് കാണുന്നില്ല. വിസിബിലിറ്റി ഓക്കെ ഇപ്പം ഇച്ചിരി കൂടെ കൊള്ളാം. ഓക്കെ, സോ ബൈസ് ബൈസൈഡ് എടുത്ത് അവിടെ ഫെററിയത്തേക്ക് നമ്മൾ ചെന്നു. ഓക്കെ, അത്രയും മതി. ഓക്കെ, സോ കോപ്പി ഇമേജ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഒത്തിരി സംസാരിക്കാൻ കേട്ടോ. സോ ഈ 1 ഹവർ ഇതൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു. ഒരു മാനിപ്പുലേഷൻ മൂവിന് ശേഷം ഞാനത് ചെറിയ ടൈം ഫ്രെയിം പറഞ്ഞുതരും. പ്രോബ്ലം. ആ ഒരു ബ്രേക്കർ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. അതിൽ എങ്ങനെയാടായി ഒരു ദിവസമെങ്കിലും ഒന്ന് നല്ല പോലെ ഒന്ന് പോയി. എനിക്ക് സമ്മതമില്ല, നല്ല ദിവസങ്ങളിൽ വരെ ഇങ്ങനെ ഓമ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഞാൻ ഇമോഷണലായിട്ട് ഇറങ്ങും. ഇതാണ് എത്രയാടാ എങ്ങനെയൊക്കെ. ഓക്കെ, പോയിട്ട് 5 മിനിറ്റ്. ഇവിടെ ഒരു SNP വെച്ചിട്ട് ഒരു SMT തന്നിട്ടുണ്ട്. ഓക്കെ, മറ്റേ ചാടി കാണിച്ചു തരാം. ഒരു സെക്കൻഡ്, 5 മിനിറ്റ് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ടൈം കറക്റ്റായിട്ട് നോക്കി കാണാം. ഈ ഒരു എത്ര 7:05 7:45. ഓക്കെ, 7:05 7:45 കണ്ടോ. ഇത് 7:05 അവിടെ 7 മണി കുഴപ്പമില്ല. 7:45 ഒരു SMP വന്നു. ഇപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, സോ 5 മിനിറ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നിട്ടടാ പോയാ പോരിയോടെ എന്തിനടാ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഈ താരോട്ട് വരുന്നു. സങ്കടമാവും, സീരിയസ്ലി പറയുക, ഒരുപാട് സങ്കടമാവും. ഉള്ള ടാർഗറ്റ് ഞാനല്ലാതെ അവിടെയും അല്ലാതെ മറ്റേ മണ്ടയ്ക്കൊന്നും കൊണ്ടുവച്ചിട്ട് എനിക്ക് അതിനുള്ള ഒരു കട്സില്ല. ഞാനുള്ളത് പറയാം, എനിക്ക് പാസ്സാവും. എനിക്ക് ഒത്തിരി ആഗ്രഹമൊന്നുമില്ല. ഗ്രേഡോ ഒരു മാങ്ങാത്തൊരിയോ എനിക്ക് വേണ്ട. സോ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട്. 5 മിനിറ്റ് ഞാൻ ചെറിയ ടൈം പോയി കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. നല്ല ഒരു താരം പോയി. നിങ്ങൾ ബോഡിയസ് ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ ബോഡിയസിന്റെ താരം ഒരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു ക്ലോസിങ്. ഓക്കെ, എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു 9 മണിയൊക്കെ 9 മണി കണ്ടില്ല, ഒരു 8:30-ക്ക് ശേഷം 8:30 മാർക്ക് ചെയ്തു അല്ലേ. 8:30-ക്ക് ശേഷം
എക്സാം എടുത്തിട്ട് എനിക്ക് പോയാൽ ഞാൻ മണ്ടയ്ക്കോട്ട് വല്ലതും നോക്കില്ല. സീരിയസ്ലി ഇതൊന്നും എടുക്കത്തില്ല. എന്റെ ദൈവമേ. ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ കുറച്ചുകൂടെ പോകുമ്പോ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ. So, 5 മിനിറ്റ് കണ്ടന്റ് പ്രത്യേകിച്ചൊരു എന്തോ ഇല്ല. ഞാൻ ഒത്തിരി ഇതായിട്ട് എടുക്കുന്നൊന്നുമില്ല. 5 മിനിറ്റ് ഇതായിരുന്നു എന്റെ ടാർഗറ്റ് 1. അതേ ഉള്ളായിരുന്നു ടാർഗറ്റ്. മണ്ടയ്ക്കോട്ടൊന്നും എനിക്ക് വേണ്ട. So, ഞാൻ ആദ്യത്തെ ട്രേഡിന്റെ എന്റെ ഫസ്റ്റ് സംഭവത്തിലേക്ക് നമ്മൾ മെയിൻ സംഭവത്തിലേക്ക് കടക്കുവാണ്. Okay. So now going directly to 1 minute chart. ഇവിടെ നിങ്ങൾ അസംബ്ലി വന്നിട്ട് ഉള്ള ഈ ഒരു മൊമെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് കാര്യപ്പെട്ടുണ്ടോ? ഞാൻ പക്ഷെ ഒരു ഇച്ചിരി ഇങ്ങനെയാണ് വെച്ചത്. ഓക്കെ, ഇവിടെ എന്താണ് വെച്ചത്? ഓക്കെ, ഇവിടെ എന്താണ് വെച്ചത്? ഈ ഒരു എന്താ പറയുന്നത് ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്തു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഞാൻ എൻട്രി എടുത്തു. ടാർഗറ്റ് ഇവിടെ 1:2 എന്തോ ഉള്ളൂ. ഓക്കെ, ഒന്നും വേണ്ടേ. 1:2 എന്തോ ആയിരുന്നു. 1:2 ഇവിടെ. എടാ ഒരു പൊട്ടിക്കുന്നതിന് രാത്രി വേണ്ടവിടെ. ഇവിടെ ഒരു എൻട്രി എടുത്തു. അല്ല ഇതിന്റെ മണ്ടയ്ക്ക് പോയ കണ്ടോ ചെറുതായിട്ട്. അല്ലാത്തവരൊക്കെ ഞാനിത് ഇത് എടുത്തില്ലായിരുന്നേ ഉണ്ടല്ലോ. ഞാനിത് എടുത്തില്ലായിരുന്നു. ഈ ഒരു മൂവ് ഉണ്ട്. ഈ ഒരു മൂവ് ഇവിടെ കിട്ടി. നാറികൾ. ആ ഒരു സർവരിക എടുത്തു. ഇനി ഒരു സസ്പെൻഷൻ ബ്ലോക്ക് ഒക്കെ ഉണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഞാൻ എടുത്തത് എങ്ങനെ ഇപ്പൊ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു. എന്നിട്ട് ഈ ഒരു ഹൈ എടുത്തൊരു എല്ലാം ഊമ്പിച്ച് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോ ഇവിടെ അങ്ങ് വിറ്റുപോയി അറിയാതെ. ഇതെന്റെ ഫസ്റ്റ് ട്രേഡ് ഊമ്പി. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് ഞാൻ എൻട്രി എടുത്തത്. അതിന് മുന്നേ ഞാൻ 2-3 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണമായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെ ഏതായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടുന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, ആ ഒരു 1 മിനിറ്റിന്റെ കൊണ്ടാണ് ഞാൻ എടുത്തത്. അവിടെ എൻട്രി എടുത്തു. ഇവിടെ വെക്കുകയും ചെയ്തു. ആവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല അറിയട്ടെ. ഇങ്ങനത്തെ മൂവ് വന്നപ്പോ തന്നെ ഞാനിപ്പോ പേടിക്കുവോ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തോ ആയിരുന്നു തോന്നി ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടത്. സ്റ്റോപ്പ് ലോസ് എങ്ങനെ പോയാലും ചിലപ്പോ അടിച്ചാലും ഞാൻ ഇവിടെ എന്തോ ആയിരുന്നു ഇട്ടത്. ഇവിടെ ഒരു ബോഡി ക്ലോസിന്റെങ്കിലും താരം ഇട്ടായിരുന്നു എനിക്ക് തോന്നുന്നു അടിക്കത്തില്ല. ഞാൻ കുറച്ച് പ്രോഫിറ്റ് എന്തോ ഒരു ഫസ്റ്റ് ട്രേഡ് ആയതുകൊണ്ട് ഓമ്പിക്കണ്ടെന്ന് വിചാരിച്ചെടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രേഡ് മനസ്സിലായല്ലോ. ഓരോ സംഭവം ഉണ്ടാവും. ഞാൻ ഈ ഒരു പൊട്ട സാധനം ആയതുകൊണ്ടാണ് കളഞ്ഞത്. ഓക്കെ, നാളെ വല്ലതും ആണെങ്കിൽ നോക്കാം കളയാതിരിക്കാനൊക്കെ. ഈ ഒരു ബ്രേക്കർ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഒരു ബ്രേക്കർ ആയിരുന്നു എൻ്റെ ബ്രേക്കർ ആയിരുന്നു എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ആദ്യത്തെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാം.
എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 4 ലോട്ട് എടുത്ത് ഇതെന്തെങ്കിലും പൊട്ട കളറിൽ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതായത് കളർ മാറ്റമൊന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഇവിടൊക്കെ സമാധാനപരമായി ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ 8:50 ഇവിടെ തുടങ്ങി. ഇവിടുന്ന് എനിക്ക് എടുക്കായിരുന്നു. ഞാൻ എടുത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നു. കറക്റ്റായിട്ട് ഞാൻ കണ്ടെത്തണ്ടേ. അതിന് മണ്ടയ്ക്ക് ഒരു ക്യാൻസൽ ഇവിടെ എടുത്തു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിട്ടാണ് ഇത് ഇവിടെ എൻട്രി. ഞാൻ എടുത്തില്ല. ആദ്യത്തേക്ക് ഓമ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാൻ. 20 പോയിന്റ് എൻട്രി ഇട്ട് SL ഇട്ട് എടുക്കാം. പെർഫെക്റ്റ് 3R. പെർഫെക്റ്റ് 3R. വേറെ ഒത്തിരി ഒരു ഇതുമില്ല. 8:30 വരെ കറക്റ്റ് വന്നു. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സബ്മിഷൻ ബോക്സ് വന്നിട്ട് സബ്സെക്ഷൻ വന്നിട്ട് സബ്സെക്ഷൻ വന്നിട്ട് പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. ഇത് ഞാൻ എടുത്തില്ല. എനിക്ക് ഹോണസ്റ്റ്ലി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തതിൻ്റെ ഒരു ഇത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാഞ്ഞത്. ഓക്കെ, സോ 9:30 ഇവിടെ എന്തോ ഓപ്പണായി. അല്ല, 9:30 അല്ല, അവിടെ അല്ല. ആക്കോടാ ഒരു മാസത്തിൽ പാസ് ആവണം. എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. സോ ഗൈസ്, അതായിരുന്നു ഫസ്റ്റ് എൻട്രി. ഇതെന്റെ ഫസ്റ്റ് എൻട്രി. ഇവിടെ മുമ്പിച്ചു സെക്കൻഡ് എൻട്രി ഞാൻ എടുത്തില്ല. സാരമില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ വരുത്തിലായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് പ്രസന്റ് സർവരി. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു പോയാൽ, പക്ഷെ പോയില്ല. ഇന്നലെ ഇതിന്റെ ആവശ്യം വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, സോ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു. ഇതിനകത്ത് ഏതാണെങ്കിൽ കറക്റ്റായിട്ട് എടുക്കേണ്ടതെന്നാണ് അറിയാത്തത്. ഞാൻ അതുകൊണ്ടാണ് രണ്ടും എടുത്തു വെച്ചിരിക്കുന്നത്. ഇതാണോ എടുക്കേണ്ടത് അതോ ഇതാണോ എടുക്കേണ്ടതെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇതാണെങ്കിൽ ശരിക്കും എടുക്കേണ്ടത്. ഈ ഒരു ലോ എടുത്തത് ഇത് തന്നെ കൺസിഡർ ചെയ്തു. കുഴപ്പമില്ല. ഫസ്റ്റ് പെർസെന്റ് സർവേ അപ്ലേക്ക് പിന്നെ ഇതാണ് ഫസ്റ്റ് പെർസെന്റ് സർവേ. ഫസ്റ്റ് പ്രസന്റ് സർവേ അപ്പോൾ ഓക്കെ, ഫൈൻ. സോ ഇത് അങ്ങനെ എന്ത് പറ്റി? ഒരു സെക്കൻഡ്. ഇപ്പൊ കറക്റ്റ് ആയി. ഇച്ചിരി കൂടെ ഒരു വെളുത്തിട്ടില്ലേ? ഓർഡർ സെറ്റിംഗ്. സോ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ. സോ
അങ്ങനെ മണ്ടയ്ക്കോട്ടേക്ക് പോയി. ഇവിടെ നിന്ന് എടുത്താൽ ഇത്ര വരെയൊക്കെ വെക്കുന്നത് നല്ലത്. കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ റണ്ണിങ്ങിലുള്ളത് ലൈവ് അക്കൗണ്ടും കൂടെ ഒന്ന് വിചാരിക്കുക. ഓക്കെ, ലൈവ് അക്കൗണ്ടും കൂടെ ഒന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, അത് റണ്ണിങ്ങിലിട്ട് ആ ഒരു ബൈസൈഡ് വരെ കാത്തിരുന്നു. ദൈവം തമ്പുരാനെ. ഓക്കെ, നമ്മൾ അത്യാഗ്രഹം പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ല. ഇപ്പൊ എത്ര സാധനം 1 മിനിറ്റിലോട്ട് ഇടുവാണ്. ഓക്കെ, സോ ഫൈൻ. അത്രേ ഉള്ളൂ. എന്നിട്ട് വേറെ ഒന്നും ഇല്ല. ഇവിടുന്ന് ഒന്നും എടുക്കാൻ എനിക്കൊന്നും കിട്ടിയില്ല. 9:30 ഓപ്പൺ ആയതിനു മുന്നേ എല്ലാം മാങ്ങ തൊലി എടുത്ത് കയറി. ഇത് കണ്ടില്ലേ? അതുവരെ എടുത്ത് കഴിഞ്ഞാൽ ഫൈനൽ ടാർഗറ്റ്. പിന്നെ എനിക്ക് ആകെയുള്ള ഈ ഒരു റിലേറ്റീവ് വീക്കെൻഡ് ലോസ് ആണ്. പക്ഷെ ഇത് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒത്തിരി വിചാരിച്ചെടുക്കണം, പക്ഷെ അത് എടുത്തില്ല. കാരണം ഇവിടെ ഒരു ഈ ഫെബ്രുവരി പിന്നുണ്ടായതാണ്. ഓക്കെ, ഈ ഒരു ഫെബ്രുവരി ഗ്യാപ്പ് പിന്നുണ്ടായതാണ്. ഓക്കെ, സോ ഇതൊരു H1 ഫെബ്രുവരി ഗ്യാപ്പാണ്. ഓക്കെ, ആ ഒരു ഫെബ്രുവരി ഗ്യാപ്പ് പിന്നുണ്ടായതാണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പെർസെന്റ് ഫെബ്രുവരി ഗ്യാപ്പാണ്. ഇവിടെ എന്താന്ന് തോന്നുന്നു 8:30 9:30 ഓപ്പൺ ആയി. മാങ്ങാത്തൊലി അത് പോയി. ബ്രേക്കറിലൊക്കെ പോയി. അത് ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഓർഡർ ബ്ലോക്കിൽ പോയി. നല്ലൊരു മാനിപ്പുലേഷൻ തന്നു. ആരെ ക്ലോസ് ആയി. എന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് കയറി. നമുക്കതിന് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് തന്നെ എൻട്രി എടുക്കാം. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിലോട്ടൊക്കെ വരും. എന്നിട്ട് ആ ഒരു ബൈസൈഡ് വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യുക. ഈ ഒരു BSL. ഞാനിപ്പോൾ ഇതൊന്നും സംസാരിക്കുന്നില്ല. ഇനി നിങ്ങൾ സൂക്ഷിച്ചൊരു കാര്യം നോക്കണം. പ്രത്യേകിച്ച് ഒത്തിരി ഒന്നും നോക്കണ്ട. നമ്മൾ ഈ ബൈസൈഡ് എടുത്തല്ലോ. ഈ ബൈസൈഡ് എടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. ആ ഒരു 25% ഒക്കെ ഒരു ലെവലൊക്കെ വെയിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഞാൻ ഈ ഒരു 25% ലെവലിൽ നിന്ന് വെച്ചാൽ ആ ഒരു വിക്കല്ല, ആ ഒരു വിക്ക് കൊണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഫോർ ദ ടൈം ബി ഞാൻ ഈ ഒരു കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് വേറെ ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയി, ഇവിടെ ഓപ്പൺ ആയി. ഓക്കെ, സോ അതായത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സീറോ നോക്കിക്കോണേ. സീറോ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണേ. അതിന് മുന്നേ നമ്മൾ ഇതും കൂടെ ഓപ്പൺ ആക്കി. അതായത് ഈ സീറോ എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് നോക്കിക്കണം. ഞാൻ ഇവിടെ തൊട്ട് ക്ലോസ് ആയി, ഇവിടെ ഓപ്പൺ ആയി. സീറോ എന്ന് പറഞ്ഞ പ്രൈസ് കറക്റ്റ് ആയിട്ട് നോക്കിക്കോണേ. സീറോ സീറോ അവിടെ ഇത് തന്നെയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തോ ഒരു സംഭവത്തിൽ ഇത് പോയായിരുന്നു. അതാണ് പിന്നെ ഞാൻ നോക്കി വെയിറ്റ് ചെയ്തു. കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ ഇത് തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ വരച്ചാലല്ലോ. ആണോ? എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ എന്തോ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽ വന്നു. ഈ ഒരു വൈസൈഡ് എടുത്ത് വേറെ എന്താ കാണും നമുക്ക്. അതായത് റിലേറ്റീവ് ഈക്വൽ വൈസൈഡ് പ്രീവിയസ് ഡേ അതിന്റെ ഏഷ്യൻ സെക്ഷൻ എന്തോ ആണ്. ടൈം ഫോർമാറ്റ് മാറ്റട്ടെ. ടൈം അങ്ങനെ ടൈം ഒന്ന് മാറ്റരുത്. 21 കാണുമ്പോ ഒരു വല്ലാത്ത പോയത്. ഡേറ്റ ഇതിപ്പോ കുറച്ചുകൂടെ 10 PM കണ്ടോ. ഇതായി രസമുണ്ട്. അങ്ങനെ നമ്മൾ അതിന്റെ ഏഷ്യൻ സെക്ഷന്റെ ഹൈ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഗ്യാപ്പിലും കയറി നോക്കണം, ആലോചിക്കണം. ആ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് കയറി. ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉദ്ദേശിച്ച് ഇതാണ്, ഇൻക്ലൂഡിങ് ദാറ്റ് വോളിയം ബാലൻസ്. ഓക്കെ, ശരിയാണ്. ഞാനിപ്പോ ജസ്റ്റ് 15 മിനിറ്റ് ഒന്നും മുകളില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒക്കെ പോയിരുന്നാലും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ഡയറക്റ്റ് 5 മിനിറ്റ്സും എനിക്ക് പോകണമെന്നില്ല.
5 മിനിറ്റിൽ പോവാം. ഓക്കെ, നിങ്ങൾ ഞാൻ SNP കാണിച്ചു തരാം. ഈ ഒരു ഹൈ ഉണ്ടോ, 10.50 ഒരു ഹൈ. ഈ ഒരു ഹൈയും 11.10 ഒരു ഹൈയും നോക്കി കാണാം. ഓക്കെ, 10.50 ഒരു ഹൈയും 11.10. ഓക്കെ, സോ 10.50 ഹൈ ഇത്, 19 ഹൈ അത്, 11.10 ഹൈ അത്. ഒരു SMT ഫോം ആയിട്ട് ഞാൻ ഈ ഒരു ഹൈ എടുക്കുക. ഓക്കെ, SMT ഫോം റേഞ്ചിലൂടാന്ന് വെച്ചാൽ 5 മിനിറ്റ് ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ സ്പ്ലിറ്റ് ഇട്ട് ഇവിടെ 5 മിനിറ്റ് ഇടും, ഇവിടെ 1 മിനിറ്റ് ഇടും. ഓക്കെ, അപ്പൊ എനിക്ക് കാണാൻ പറ്റും 5 മിനിറ്റ് എന്താ ഇവിടെ റിജക്ഷൻ നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ അങ്ങനെ പൈസ ആയിട്ട് എടുത്തു, ആ ഒരു ലെവലെത്തി. പിന്നെ ഞാൻ അങ്ങനെ 1 മിനിറ്റിൽ പോയി. ഓക്കെ, സോ 1 മിനിറ്റിൽ പോയി. 1 മിനിറ്റ് ഉണ്ടല്ലേ, ഞാനിത് രണ്ടും കളയാം, ഇത് മതി. ഓക്കെ, സോ മിനിറ്റ് അവിടെ ഒരു SMT കിട്ടി. എന്നിട്ട് SMT അതല്ല, ഈ ഒരു പ്രൈസ് പുഷ് ചെയ്യാൻ സഹായിച്ച ഈ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്താലും ഈ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഓക്കെ ഫൈൻ. നിങ്ങൾ നോക്കണം എവിടെ നിന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്യാൻഡിലിന്റെ ക്ലോസിൽ താരമായിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി എടുത്തു. ഇവിടെ ഈ ക്ലോസിങ്ങിന്റെ ഓൾമോസ്റ്റ് ഈ ഭാഗത്തുനിന്ന് എൻട്രി എടുത്തു. ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയി. ഞാൻ കള്ളം പറയുന്നതല്ല, എനിക്കിത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഞാൻ ഇന്നലെ ഒരു ഫുൾ ടൈം റെക്കോർഡ് ചെയ്തു 2 മണിക്കൂർ. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്ര ടൈം നിങ്ങളുടെ കഴിഞ്ഞു വന്നെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക്. അതെന്റെ നെറ്റിന്റെ ആണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എൻട്രി എടുത്തു, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ എന്തോ ആണ് ഞാൻ എൻട്രി എടുത്തത്. 24 പോയിന്റ് ആയിരുന്നു എന്റെ സ്റ്റോപ്പ് ലോസ്. 24 ഇവിടെന്ന് വെച്ചോ, ഇവിടെ 24 കറക്റ്റ് ഞാൻ നോക്കി. എന്റെ പേപ്പറിലെല്ലാം 24 പോയിന്റ് സ്റ്റോപ്പ് ലോസിന് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഈ ഒരു ഇട്ടു എനിക്ക് ഈ രോഗമാണ് ടാർഗറ്റ്. കാരണം ഇവിടെ അവർലി ഫെയർ വാല്യൂ ഫോം വേണ്ട, ഞാൻ ഇതാക്കി ഇവിടെ എടുത്തു. 6 ട്രേഡാണ്. എടാ എങ്ങനാടാ ഈ ഒരു നല്ല റിജക്ഷൻ അവിടം വരെ പോയി കിട്ടിയല്ലോ. പിന്നെ ഇത് ഇവിടെ പോയി ഇത് കുറച്ച് താരം പോയി. എങ്ങനാടാ ഇങ്ങനെ ഒരു എനിക്ക് പറ്റുന്നു. പിന്നെ ഈ ഒരു റിജക്ഷൻ കണ്ടപ്പോ ഞാൻ ഇവിടെ നിന്ന് ഓഫായിരുന്നു. അത്ര സങ്കടമായി അറിയോ, അത്ര സങ്കടം എനിക്കായിപ്പോയി. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. മേളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കരം. ഞങ്ങളുടെ PGന്റെ ഒരു റൂഫിന്റെ മണ്ടയ്ക്ക് എനിക്ക് ഇതുണ്ട്. ഓക്കെ, 5 ലോട്ട് ഞാൻ എടുത്തതാ. അത് ലോസിൽ $98 ലോസ് ആയിരുന്നു ആ ഒരു ട്രേഡ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 2 ട്രേഡ്സ് എടുത്തു. അത്ര സങ്കടമായി പോയി അറിയോ. ആദ്യത്തെ ആ $54 പ്രോഫിറ്റ് ആദ്യത്തെ ട്രേഡ് വിന്നായിരുന്നു. കണ്ണല്ല എന്റെ എനിക്ക് അതുപോലെ സങ്കടമായി ഗൈസ്. ഞാൻ എടുത്തതും കൂടെ പറഞ്ഞുതരാം എങ്ങനെ എടുത്തത്. ഓക്കെ, സോ അവിടെ വന്നു, ആ ഒരു ബൈ സൈഡ് എടുത്തു. നമ്മുടെ ഈ ഒരു ലെവല് വന്നു. ഈ ഒരു എന്താ പറയുന്നേ, ഞാൻ ജസ്റ്റ് ഇത് ഓഫ് ചെയ്യുക. നിങ്ങൾക്കൊരു കണ്ടല്ലോ, അത് മതി. ഫോട്ടോ എടുക്കുമ്പോൾ ഓൺ ആക്കാം. ഓക്കെ, സോ ഓക്കെ, സോ ഇവിടെ നിന്ന് എൻട്രി എടുത്തു, ഇവിടെ നിന്ന് എൻട്രി എടുത്തു. ഇവിടെ നിങ്ങളെ ഞാൻ ഇതിന്റെ മണ്ടയ്ക്കും വെച്ചില്ല സ്റ്റോപ്പ് ലോസ്. എനിക്കറിയാം, കാരണം ഇതിന്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ മുമ്പും ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മണ്ടയ്ക്കും വെച്ചിട്ട് ഇവിടെയാണ് ഞാൻ വെച്ചത്. 24 പോയിന്റ് ഞാൻ മറക്കത്തില്ല.
നിങ്ങളെ ചെർണൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്. ഓക്കെ, പുള്ളിക്കാരന് സെയിം പേര് എടുത്തിട്ട് ജസ്റ്റ് ഈ ദിവസം നോക്കിയാൽ മതി. 21 ജനുവരി. ഓക്കെ, അയാൾക്ക് രാവിലത്തെ ട്രേഡൊന്നും കിട്ടിയില്ല, കിട്ടിയില്ല. ഒരു നോൺ ആ ടൈം ആയപ്പോഴുള്ള ട്രേഡാണ് ഇത്. ഓക്കെ, സോ നിങ്ങൾ ഇതിനടുത്ത് ഇവിടെ സ്ട്രെസ് അല്ല, വേറെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ എസ് അല്ല. അവിടെ എസ് വെച്ചു, പിന്നെ വെയിറ്റ് ചെയ്തു. ഇതാണ് ബ്രോ എനിക്ക് അത്ര സങ്കടമായി തോന്നറിയോ. ഈ ഒരു റിജക്ഷൻ ക്യാൻസൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെയിറ്റ് വെച്ച് മാറ്റത്തില്ലായിരുന്നു അറിയാം. ഇവിടെ കണ്ട, ഇവിടെ ഒരു ചെറിയൊരു മാനിപ്പുലേഷൻ പോയത് കണ്ടോ. അത്ര സങ്കടമായി പോയി ഗൈസ് എനിക്ക്. അത്ര ഒത്തിരി സങ്കടമായി പോയി. പിന്നെ ഈ ഒരു ഫെയർവെയർ ആപ്പ് ഞാൻ ക്യാൻസൽ ചെയ്ത് ഈ ഒരു പൈസ എടുക്കാൻ സഹായിച്ചു ഈ ഒരു ഫെയർവെയർ ആപ്പ്. ഒരു ചെറിയ വോളിയം ബാലൻസ് കാണാൻ പറ്റുന്നുണ്ടോ. ഞാൻ മാർക്ക് ചെയ്ത് കാരണം ഈ ഒരു പൈസ എടുക്കാൻ സഹായിച്ച ഫെയർവെയർ ആപ്പ് ആയിട്ടൊക്കെ. സോ ജസ്റ്റ് വന്ന ടൈമിൽ ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ ട്രേഡ് ഞാനൊന്ന് കീപ്പ് ചെയ്യുമായിരുന്നു ഇവിടെ സെല്ല് വെച്ച്. ഞാനത് ഊഹിക്കാന്നൊക്കെ ഇതാക്കിയതാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടും അടുത്തുണ്ടായിരുന്നു, നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമേ ട്രേഡ് എടുത്തുള്ളായിരുന്നു, അവനും ടോപ്പിലേക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെയും കൂടെ ഒക്കെ അടുത്തുള്ള അവനും പറഞ്ഞ് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാനും അതുകൊണ്ട് പെട്ടെന്ന് ക്യാൻസൽ ഓർഡർ ചെയ്തു, എന്താ ക്ലോസ് ഓർഡർ ചെയ്തു. ഒന്നുമില്ല, ഇവിടെ രസം കിട്ടി. ആ ഒരു ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 10:50 to 11:10 ഇടയ്ക്ക് എന്താണ് നടക്കുന്നത്. കറക്റ്റ് ആ ഒരു 11:10 ആയപ്പോൾ മാനിപ്പുലേഷൻ തുടങ്ങി. 11:14 ആയപ്പോഴത്തേക്കും ആ ഒരു ഇതൊക്കെ കിട്ടി. അത്ര നല്ല ട്രേഡായിരുന്നു അറിയാമോ. അങ്ങനെ എവിടം വരെ പോയെന്നോണം ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ താഴെ വരെ പോയി ഓൾമോസ്റ്റ്. ഓക്കെ, താഴെ വരെ. ഇതാണ് ഫസ്റ്റ് പെർസെന്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ പോയി. അതായത് ഞാൻ അത് ഹോൾഡ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് എടുത്തു. പഠിച്ചൊരു കാര്യമുണ്ട്. 25 എന്തോ ഒരു ചെറിയ കാര്യമുണ്ട്. 23, 25, 12 ഞാൻ ആ ഫസ്റ്റ് പെർസെന്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് അത്രയൊന്നും വേണമെന്ന് എനിക്ക് അത് നല്ലൊരു ലോ ഇവിടെ ഏതാ ഉള്ളത്. ഈ ഒരൊറ്റ ലോ അല്ലേ ഉള്ളൂ. ഇച്ചിരി കാണാൻ ഒരു ലോ എന്ന് പറയുന്നതൊന്നും അത്ര ലോ എന്ന് പറയാൻ പറ്റുന്ന ലോ അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ടാർഗറ്റ് ചെയ്തത്. ആരോട് പറയാൻ. സോ ഫസ്റ്റ് ടി പി ആൻറ്റി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ 500 ടി പി. ഫസ്റ്റ് ടി പി സെക്കൻഡ് ടി പി. ഓക്കെ, സോ 500 ടി പി ആണെങ്കിൽ പറയാം. അത്ര ആഗ്രഹിച്ചൊരു ട്രേഡ് ഇത് എടുക്കണമെന്ന് എനിക്ക്. സോ 5 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല, അതെനിക്കറിയാം. ഇത് എടുക്കുമെന്നാണ് ശരിക്കും കാര്യം. അതായത് അത്ര ടോപ്പിൽ നിന്ന് ആ ഒരു ട്രേഡ് എടുക്കാൻ പറ്റി. നിങ്ങൾക്കിടെ ആ ഇമോഷൻസ് ഒക്കെ സ്റ്റേബിൾ ആണെങ്കിലുണ്ടല്ലോ. ഇവിടെ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡാണ് ഇത് തരുവാണെങ്കിൽ ഇവിടം വരെ ചിലപ്പോൾ വരാം. ഇത് ഓർഡർ ബ്ലോക്ക് വരെ. ഞാൻ വിചാരിച്ചു ഇവിടം വരെ വന്നാൽ മതി, കാരണം ഇവിടെ 2 ഇൻവേർഷൻ ഉണ്ട്. ഇൻവേർഷൻ നടന്നു.
അതുകൊണ്ടാണ് ഞാൻ അത് വലിയ ലോസ് ഇല്ല. എന്നാലും എനിക്ക് അങ്ങനത്തെ സങ്കടമുണ്ട് കേസ്. കാരണം ഇത് അങ്ങനെയല്ല ശരിക്കും വരേണ്ടത്. ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ഞാൻ ഇത്ര നാളത്തെ ഇതായിട്ട് ഞാൻ പിന്നെയും അവനെ പറഞ്ഞ് ഞാൻ എക്സിറ്റ് ആയി. അതായത് ഞാൻ എന്നിട്ട് ഈ ഒരു പോക്ക് കണ്ടില്ല. ഈ ഒരു താരോട്ട് പോകുന്നതാണെന്ന് ഞാനത് എടുത്ത് ഈ എസ് എൽ എടുത്ത് പിന്നെ ഇതിന്റെ താരം വേണ്ടി അവിടെ ഞാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ മേഴ്സിലാണ് പറയുന്നത്. എന്റെ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആണ് പറയുന്നത്. ഓക്കെ, സോ ഒക്കെ കാണാം. ഇവിടെ എൻട്രി എക്സിറ്റ് വരും ഇങ്ങനെ അവിടെ നമുക്കൊരു ലൈഫിലൊരു സന്തോഷമില്ല. സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെങ്കിലും ലൈഫിൽ എനിക്കിത് കാണണമെന്നുണ്ട്. ഈ ഒരു കുറച്ച് പൈസ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെ ഇരിക്കുമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം കുറച്ച് ടൈമായി പോയെന്ന്. 6:30 ആയല്ലേ. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ആ ടൈം. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കാണിച്ചുതരാം. ഞാൻ ഈ ഒരു 1 അവറിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ആ 1 അവറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കഴിഞ്ഞ പിന്നെ എൻ്റെ ടാർഗറ്റ് അടിച്ച് ഞാൻ ക്ലോസ് ചെയ്ത് പോയായിരുന്നു. ഇവിടെ 1 അവർ ഞാൻ ഓർഡർ ബ്ലോക്ക് വരെ പോയി. കറക്റ്റ് ഓർഡർ ബ്ലോക്ക് വരെ പോയി. വിസിബിലിറ്റി 1 അവറിലുണ്ടല്ലോ. 1 മിനിറ്റിലേ ഉള്ളൂ അല്ലേ. അത് 15 മിനിറ്റ് വരെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കിപ്പോൾ 1 മിനിറ്റ് തന്നെ മതി. ഓക്കെ, സോ ഇതാണ് ആ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, കറക്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് വരപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ക്യാൻഡിൽ അവിടെ നിന്നും അടുത്ത ക്യാൻഡിൽ തൊട്ട് നല്ല പുഷ് കിട്ടാൻ തുടങ്ങി. അത് നല്ലൊരു സൈനാണ്. അഗൈൻ ആ 5% വാല്യൂ ഞാൻ മാർക്ക് ചെയ്തു. ഒരു അക്യുമുലേഷൻ നടന്നു. ചെറിയൊരു ഷിഫ്റ്റ് നടന്നു. മാനിപ്പുലേഷൻ താപ്പോട്ടേക്ക് നമ്മൾ 5% ഫെയർ വാല്യൂയിലേക്ക് 0.5 ലെവലിലേക്ക് എന്നിട്ട് കയറി പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ അടുത്ത ക്യാൻഡിൽ വേണമെങ്കിൽ പച്ച ക്യാൻഡിലിൻ്റെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ വേണമെങ്കിൽ 5% ആ ഓർഡർ ബ്ലോക്കിൻ്റെ ആ ലെവലാവും. എസ് അല്ലേ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് കാണിച്ചിട്ട് അതുകൊണ്ട് ഞാനൊരു ഇവിടെ ഓക്കെ. ഓക്കെ, സോ അവിടെ എൻട്രി ടാർഗറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതോ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു 15 മിനിറ്റിന് 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, സോ ടാർഗറ്റ് ഇടുവാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ ഇട്ടോ. അതേ ഉള്ളൂ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ഹൈ. ഓക്കെ, ആ ഒരു ഹൈ തന്നെ വേണേൽ ടാർഗറ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ല. വലിയ ആറൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. വലിയ ആറ് കിട്ടുമെന്നില്ല. ഇവിടെ ഒരു ചെറിയ ഹൈ പോലൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു ചെറിയ ഹൈ പോലൊരു സംഭവം വേണേൽ ഇവിടുന്ന് എടുത്ത് ഇവിടെ വേണേൽ വിൽക്കാം. ഇത് നല്ലൊരു ഏറിയ ആണ്. ഇത്തിരി നേരം ഒന്ന് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടുന്ന് എൻട്രി. ഇവിടെ എൻട്രി ആ പച്ച ക്യാൻഡിലിന്റെ ഓഫിൽ തന്നെ എൻട്രി ചെയ്ത് ഒരു കുഴപ്പമില്ല. 35 പിപ്പ് പോയിന്റ് 1:2 എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. 1:2 4 6 കിട്ടി. വേറെ എന്തോ വേണം. അടിച്ച് കയറിപ്പോയി. എനിക്ക് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുന്നത് ആഫ്റ്റർനൂൺ സെക്ഷൻ ട്രേഡ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ടി പി ആയിട്ട് കൺസിഡർ ചെയ്യും.
നമ്മുടെ ടി പി ആയിട്ട് കൺസിഡർ ചെയ്ത് എടുക്കാം. ഓക്കെ, ഫൈൻ, നല്ല ഇടാം, നല്ല ഇടാം. ഓക്കെ, സോ നല്ലൊരു ബ്രേക്കപ്പ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഫസ്റ്റ് പേഴ്സൺ സർവറിക്കൊക്കെ ചുമ്മാ തട്ടിട്ടാണ് നല്ലൊരു സപ്പോർട്ട് ലെവലുമാണ്. സോ അവിടെ ചെറിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അവിടെ ഒരു ചെറിയ സസ്പെൻഷൻ ബ്ലോക്കും കാണാം. എക്സ്റ്റെൻഡ് ചെയ്ത കറക്റ്റ് ആ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ആ ലെവലിൽ നിന്നാണ് നിങ്ങൾക്ക് പിരമിഡും ചെയ്യാം. അതായത് ഇപ്പോൾ പിരമിഡ് ചെയ്യുവാണെങ്കിലും ഈ ഒരു ലെവലിൽ നിന്നാണ് പിരമിഡ് ചെയ്യാം. ഓക്കെ, സസ്പെൻഷൻ തന്നെ അല്ലേ. അതെ, ഈ ഒരു ലെവലിൽ നിന്നാണ് പിരമിഡ് എൻട്രി പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ സ്ഥലത്തെ കറക്റ്റ് ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ബ്രേക്ക് ആ ഒരു റേഞ്ചിൽ കൊണ്ടിടാം, 30 പോയിന്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സെയിം സ്ഥലത്ത് വെക്കാം. ഓക്കെ, ദാറ്റ് കുഡ് ബി റിയലി ഗുഡ്. ഈ ഒരു ഗ്യാപ്പ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അതോട് മാർക്ക് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഈ റൈറ്റിലേക്കും കൂടെ ഒക്കെ നോക്കണം കേട്ടോ. അത്രേ ജസ്റ്റ് വെയിറ്റ് ചെയ്യും നമുക്ക്. ഓക്കെ, സോ അവിടെ പിരമിഡ് എൻട്രി, ഇവിടെ നമ്മുടെ ട്രയൽ ഡെസേർട്ടിൽ ഇവിടെ സസ്പെൻഷൻ ബ്ലോക്ക് എൻട്രി. ഓക്കെ, സസ്പെൻഷൻ ബ്ലോക്ക് ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. സോ അത്രേ ഉള്ളൂ. ഓക്കെ, 5% ഫെയർ വാല്യൂ. ഞാനിത് എവിടുത്തെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 930 ആണ് കേട്ടോ. 930 കണ്ടോ, ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർ വാല്യൂ ആണ് ഞാൻ എടുത്തത്. ഓക്കെ, സോ H1 ഓർഡർ ഒക്കെ പെർഫെക്റ്റ് വന്നു. നല്ല മൂവ്മെന്റ് ആണ് അതൊക്കെ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. അവിടെ ഗൈസ് പറയാൻ താല്പര്യമില്ല. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. കുറച്ചെങ്കിലും ഇരിക്കാൻ കിട്ടുന്നില്ല. ഇപ്പം നല്ല ഒരു വീക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഈ വീക്കിൽ എന്താണ് ശരിക്കും നടന്നത്. ഇവിടെ ഓപ്പൺ ആയി മാനിപ്പുലേഷൻ തന്നെ 1, 2, 3 വീക്കിന്റെ ലോ എടുത്ത് ഈ ഒരു വീക്കിൽ നിൽക്കേണ്ട 0.7 വരെ പോയി. അത് അൾട്രാ പ്രീമിയം ഡിസ്കൗണ്ട് വരെ പോയി. എന്നിട്ടാണ് ഈ കയറി വരുന്നത്. സോ ഇനി എന്റെ ബയാസിൽ പുള്ളി ശരിക്കും ഓക്കെ ഈ ഒരു റിലേറ്റീവ് ഹൈസ് എടുക്കുന്നവർ എനിക്ക് അന്നാണെങ്കിൽ അത് അതിന് മുന്നേ എനിക്ക് പാസ് ആവുന്നുണ്ട്. കാരണം നമ്മളെ ഒരു റേഞ്ച് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ച് വരെയുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് മിഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. അതിന് മുന്നേ ഇവിടെ 2, 3, 4 ദിവസം നല്ല ട്രേഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അക്കൗണ്ട് പാസ്സാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചൊക്കെ വിവരം വെച്ചെന്ന് എന്തെങ്കിലും വിവരം വെച്ചിട്ടുണ്ട്. നല്ലത്. ഓക്കെ.
സോറി ഗൈസ്, ഞാൻ ചെറുതായിട്ട് എന്റെ വോയിസ് ഇതായിപ്പോയി. നമ്മളിപ്പോ ഈ ഒരു വീക്കിലി ഓപ്പണിംഗ് ക്യാപ്പിനുള്ളിലും ഇവിടെയാണ് നമുക്ക് ഈ ഒരു സെയിം സാധനം എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഗ്യാപ്പ് കൂടെ മാർക്ക് ചെയ്യും. ഓക്കെ, ഡെയിലി ഒരു ഓപ്പണിംഗ് ഗ്യാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അത് വീക്കിലി അല്ലാത്തതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. ഓക്കെ, സോ ഡെയിലി ഓജി. ഓക്കെ, ഓപ്പണിംഗ് ഗ്യാപ്പ്. ഓക്കെ, ഫൈൻ. സോ അത്രേ ഉള്ളൂ. ഓക്കെ, സോ അത്രേ മതി. ഓക്കെ, സോ ഇന്ന് വൈകിട്ട് വന്നിട്ട് നോക്കണം, അല്ല വൈകിട്ട് വന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഒരു പൈസ എടുക്കുന്നതിന് മുന്നേ എനിക്ക് പാസ് ആവണം ഒത്തിരി ആഗ്രഹമുണ്ട്. ഉള്ള ഒരൊറ്റ സെൽ സൈഡ് ഇതാണ്. നമ്മൾ ഈ ഒരു സെൽ സൈഡ് ക്ലിയർ ചെയ്തു ഈ ഒരു പൈസ ബുള്ളിഷ് സ്ട്രക്ചറിലാണ് ഈ ഒരു ഓർഡർ പോക്കറ്റ്സ് കൈൻഡ് ഓഫ് സ്റ്റിൽ റെസ്പെക്ടിങ്. ഓക്കെ, കഴിഞ്ഞ കാണാൻ പറ്റും അതിന്റെ ബോഡിയുടെ തന്നെയാണ് അതിന്റെ 50% താഴെ ക്ലോസ് ആയിട്ടൊന്നുമില്ല. Okay guys, I think that's all for the day. I think hope you learned something. ഞാൻ ഇന്നൊരു കാര്യം, നമ്മളുടെ ആ ഒരു ചിന്തയുണ്ട് കേട്ടോ, നമുക്ക് ആദ്യം തോന്നിയിട്ടില്ല നമ്മളൊരു സ്ഥലം ഫിക്സ് ചെയ്യുമല്ലോ, അതിന്റെ മണ്ടയ്ക്കോട്ടേക്ക് പോരുതെന്നുണ്ട്. അങ്ങനെ അങ്ങനെ അതായത് എനിക്ക് ഇന്നലെ പറ്റിയൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. ഞാനും ഇപ്പൊ എന്റെ ഏറ്റവും കൂട്ടുകാരുണ്ടെന്നില്ല, ഇവനും ഇരുന്നു, ഞാൻ ഒരുമിച്ചിരുന്നാണ്. പക്ഷേ ഇതെനിക്ക് നല്ല റിസ്ക് ഉള്ള ട്രേഡാണ്. ഞാൻ അവനോട് പറഞ്ഞു, കാരണം അവന് ആ ട്രേഡ് എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്ന് എനിക്കറിയാം. അവനോട് പറഞ്ഞില്ല, കാരണം അത് അവനെടുത്ത് കൊണ്ടുവരും എന്റെ തലയിലാവും. അത് എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് അതിന്റെ അതേ ശരിക്കും ഇഷ്ടമല്ല. ഓക്കെ, കാരണം അതായത് നമ്മൾ കാരണം വേറെ ഒരാൾ പോട്ടല്ലോ. പക്ഷേ ഫസ്റ്റ് ട്രേഡ് ഞാൻ അവനെ ഒരുമിച്ച് തന്നെയാണ് എടുത്തത്. എനിക്ക് നല്ല ഒരു തോന്നി, കാരണം ഒരു SMT ഒക്കെ തന്ന നല്ലൊരു, അതായത് എന്റെ ഒരു സൈഡിലോട്ടുള്ള, അതായത് ഇന്നത്തെ എന്റെ ബയോസിനെ വെച്ചുള്ള ട്രേഡായിരുന്നു മണ്ടയ്ക്കോട്ടുള്ള രാവിലത്തെ പ്രീ മാർക്കറ്റിൽ നിന്ന്. പക്ഷെ എനിക്ക് തിരിച്ചുള്ള തട എടുക്കാൻ എനിക്ക് റിസ്ക് ആണ്. പക്ഷെ എനിക്കത് അറിയാം, കാരണം ഒത്തിരി നാളായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാനിത് എടുത്തു, ഉപയോഗം വന്നു. അപ്പൊ എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്താവും. പക്ഷെ ഇവനും പറഞ്ഞു എന്തിനാണ് എടുത്ത ഈ ടൈമിലൊക്കെ എങ്കിൽ പിന്നെ. പക്ഷെ ഞാനത് ഇപ്പൊ കേട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ അത് ഇറങ്ങത്തില്ലായിരുന്നു. ചിലപ്പോ പ്രോഫിറ്റിലായി ഇറങ്ങി. എന്നോട്ട് ഞാൻ മനസ്സിലായി, നമ്മുടെ മനസ്സൊരു കാര്യം പറഞ്ഞ, അതായത് ഞാൻ ആ ഫസ്റ്റ് ഫിക്സ് ചെയ്ത ടാർഗറ്റ് കണ്ടോ, അത് അവിടം വരെ ആ ഒരു SL കണ്ടോ, ചില പ്രീവിയസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതെനിക്ക് അറിയാം, കാരണം അതിന് മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മണ്ടയ്ക്കത്തെ ഹൈ എടുക്കും. സോ ഞാൻ എന്തിനാണ് വെറുതെ ആ ഹൈ വെക്കുന്നത്? കാരണം ആ ഹൈ വെക്കുന്നതിനും കുഴപ്പമില്ല, കാരണം അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഏറ്റവും ടോപ്പിലെ പച്ച ക്യാൻഡിൽ പോയി കുറച്ച് പ്രീവിയസ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പച്ച ക്യാൻഡില് ദാറ്റ് ഈസ് ഓർഡർ ബ്ലോക്ക്. അവിടെ ഞാൻ വെച്ചാൽ മിസ്റ്റേക്ക്, ഞാൻ ആ ക്യാൻഡിലിന്റെ ആ ഫീച്ചർ ഉണ്ടാക്കിയ ക്യാൻഡിലിന്റെ ഇൻവേഴ്സ് ചെയ്ത ക്യാൻഡിലിന്റെ മണ്ടയ്ക്ക് വെക്കുക. അത് ഞാൻ ആ ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇങ്ങനെ വെക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ വെച്ചായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതുണ്ടായിരുന്നു. സീരിയസ്ലി. ഓക്കെ, ഇവിടെ നിന്നാണ് എടുത്തത് ആക്ച്വലി. ഓക്കെ, സോ ഈ ഒരു ഫെർവരിക്കാൻ ഞാൻ ഇങ്ങനെ വെക്കുന്നതിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെച്ചായിരുന്നു എനിക്കൊരു ഇച്ചിരിയും കൂടെ ഒരു ഇത് എന്തോ ഒരു ഇത് ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ലെവലും ഉണ്ടോ, അതാണ് എനിക്ക് ഇത് യൂസ് ചെയ്താണ് കുറച്ചുകൂടെ സൗകര്യം. നോക്കട്ടെ കാശ്, എനിക്കൊരു പ്രീമിയം കിട്ടി. എനിക്കൊരു ഒറ്റ പേ ഔട്ട് എടുത്ത് ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് ഇതിന്റെ ഒരു പ്രീമിയം ആയിരിക്കും. എനിക്ക് അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. ഇതിന്റെ ഒരു പ്രീമിയം മറ്റേ CMEന്റെ ഡേറ്റ എനിക്ക് വാങ്ങിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ വേണ്ടിയത്. ഈ ഒരു ഇവിടുന്ന് വെച്ചാൽ കൊടുത്തത് എനിക്ക് വലിയ ആറും ഇല്ല, എനിക്ക് വലിയ ലോസും ഇല്ല. 4R ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 5R ഉണ്ട്. ഇതാണ് ഞാൻ മിസ്സാക്കിയത്.
ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതായത് ഇവിടെ വെക്കുന്നതിനും കുഴപ്പമില്ല. കാരണം ഇത് ഇച്ചിരി ഒരു താഴെയാണ് ഈ ഒരു ഫെയർവെയിലേക്ക് ഈ എന്താ ഈ ഒരു ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് ഓർഡർ നോക്കുന്നത്. അറ്റ് ദ മോസ്റ്റ് ഞങ്ങൾ സൂക്ഷിച്ച് നിൽക്കാൻ അവിടെ ഒരു ചെറിയ ഹോളി ബാലൻസ് ഉണ്ട്. അതും ഞാൻ കൺസിഡർ ചെയ്തിട്ടാണ് ഇതിന്റെ മുണ്ടയ്ക്ക് വെച്ചത്. ഇവിടം വരെ വന്നോട്ടെ, ഒപ്പിച്ചോട്ടെ, സാരമില്ല. എവിടെ മനുഷ്യനെ ഊമ്പി കൊല്ലും. എനിക്കറിഞ്ഞൂടാ സീരിയസ്ലി എനിക്ക് എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ ഞാൻ എടുക്കുന്ന എന്തൊക്കെ ചെയ്തിട്ട്. ഞാൻ നിങ്ങളുടെ സമയം ഇനി കളയുന്നില്ല. ഐ തിങ്ക് ഇറ്റ് ഓൾമോസ്റ്റ് അയ്യോ 1 മണിക്കൂറായി. സോറി ഗൈസ്, സോറി റിയലി സോറി ഫോർ ദ ട്രബിൾ. I hope you find something useful from this video. Keep learning, keep എന്താ ഒരു സംഭവം